നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കളർ തിയറിയെ കുറിച്ചിട്ട് മനസ്സിലാക്കിയും കളർ വീല് വരയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ 1-2 പേരൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ അവർ വരച്ചിട്ടുള്ള കളർ വീലിൻ്റെ ഫോട്ടോ അയച്ചു തരും, അതിൽ വന്ന ചെറിയ കറക്ഷൻസൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു കളർ വീലിൽ നിന്ന് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് എങ്ങനെ ചൂസ് ചെയ്യാം, അത് എഫക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു കളർ വീല് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ നമ്മൾ ഓരോ എപ്പിസോഡ്സായിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ നമ്മൾ കളർ സ്കീംസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നതിന് മുന്നേ ഹ്യൂ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഹ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളേഴ്സിൻ്റെ മറ്റൊരു പേരാണ് ഹ്യൂ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എല്ലാ കളേഴ്സും ഹ്യൂ ആണോ? അല്ല. നമ്മൾ കളർ വീലിലെ കളേഴ്സിനെ മാത്രമേ ഹ്യൂ എന്ന് പറയാറുള്ളൂ. കാരണം കളറിൻ്റെ പ്യുവറസ്റ്റ് ഫോമിനെയാണ് നമ്മൾ ഹ്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കളേഴ്സിൻ്റെ കൂടെ ബ്ലാക്ക്, വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ ഈ ഒരു 3 കളറും മിക്സ് ചെയ്യാത്ത കളേഴ്സിനെയാണ് നമ്മൾ ഹ്യൂ എന്ന് വിളിക്കുന്നത്. ഒബ്വിയസ്ലി നമ്മൾ കളർ വീലിൽ നമ്മൾ ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ ഈ 3 കളേഴ്സും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കളർ വീലിലെ കളേഴ്സ് ഹ്യൂ ആണെന്ന് നമുക്ക് പറയാം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ് കളറ് ഹ്യൂ ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ പേർപ്പിൾ കളറ് ഹ്യൂ ആണെന്ന് പറയാം. കാരണം നമ്മൾ റെഡ് പ്ലസ് ബ്ലൂ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പേർപ്പിൾ അവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തത്. സോ പേർപ്പിൾ കളറും നമുക്ക് ഹ്യൂ ആണെന്ന് പറയാം. പക്ഷേ നമുക്കൊരു പിങ്ക് ഷെയ്ഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഹ്യൂ ആവുന്നില്ല. കാരണം നമ്മളവിടെ റെഡ് പ്ലസ് വൈറ്റ് ആണ് നമ്മൾ പിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പിങ്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കളർ മാത്രമാണ്, അത് ഒരു ഹ്യൂ അല്ല. ഹ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂറസ്റ്റ് ഫോം ഓഫ് എ കളർ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കളർ വീലിലെ കളേഴ്സിനെ മാത്രമേ നമുക്ക് ഹ്യൂ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു കളർ വീലിലുള്ള കളേഴ്സിൽ നമുക്ക് വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ ഒരുപാട് കളേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കളർ സ്കീംസിനെ കുറിച്ചിട്ട് നോക്കാം. കളർ സ്കീം എന്ന് പറയുന്നത് നമ്മുടെ കളർ വീലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കളർ സ്കീം പറയുന്നത് വാം ആൻഡ് കൂൾ കളറാണ്. ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കളർ വീലിനെ നമുക്ക് വാം കളർ, കൂൾ കളർ ഇങ്ങനെ 2 രീതിയിൽ തരംതിരിക്കാം എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ കളർ വീലിനെ നമുക്ക് വാം കളർ, കൂൾ കളർ അങ്ങനെ 2 രീതിയിൽ തരംതിരിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വാം കളർ എന്താണെന്നുള്ളത് ഫസ്റ്റ് നോക്കാം. വാം കളർ എന്ന് പറയുമ്പം നമുക്ക് വാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡിൽ ചൂട് അല്ലെങ്കിൽ സണ്ണ് അതൊക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത്. ഒബ്വിയസ്ലി അത് തന്നെയാണ് വാം കളർ എന്ന് പറയുന്നത്. നമ്മുടെ കളർ വീലിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അപ്പം നമ്മുടെ യെല്ലോ കളർ വീലിലുള്ള യെല്ലോ കളറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 പാർട്ടായിട്ട് നമുക്ക് കളർ വീലിനെ തരംതിരിക്കാൻ പറ്റും. അതിൽ ഒരു പാർട്ടിൽ യെല്ലോ ഓറഞ്ച്, റെഡ് ഓറഞ്ച്, റെഡ് പർപ്പിൾ ഈ ഒരു 6 കളറാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു 6 കളറിനെയാണ് നമ്മൾ വാം കളർ എന്ന് പറയുന്നത്. വാം കളേഴ്സ് സണ്ണ് അല്ലെങ്കിൽ ഫയർ അതിനൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കളർ വീലിനെ 2 പാർട്ടായിട്ട് എടുത്തു. അതിലൊരു പാർട്ട് നമ്മൾ വാം കളറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒബ്വിയസ്ലി മറ്റേ കളർ കൂൾ കളേഴ്സ് ആയിരിക്കും. അപ്പോൾ കൂൾ കളേഴ്സ് അല്ലെങ്കിൽ കൂൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് ഫസ്റ്റ് വരുന്നത് വാട്ടർ അല്ലെങ്കിൽ സീ, അതുപോലെ സ്കൈ അതൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള കളേഴ്സ് തന്നെയാണ് കൂൾ കളേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കളർ വീലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബ്ലൂ വയലറ്റ്, ബ്ലൂ ഗ്രീൻ, യെല്ലോ ഗ്രീൻ, അതുപോലെ പേർപ്പിൾ ഈ ഒരു കളേഴ്സിനെയാണ് നമ്മൾ കൂൾ കളേഴ്സ് എന്ന് പറയുന്നത്. ഇനി കൂൾ കളേഴ്സും വാം കളേഴ്സും ആർക്കൊക്കെയാണ് സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക എന്നുള്ളതൊന്ന് നോക്കാം. നമ്മുടെ കൂൾ കളേഴ്സ് നമ്മുടെ ബോഡിയെ ഒന്ന് സ്ലിം ആയിട്ട് തോന്നിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ കൂൾ കളേഴ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ലിം ഇല്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എസ്പെഷ്യലി നമ്മുടെ ബ്ലൂ ബേസ്ഡ് ആയിട്ടുള്ള കളേഴ്സ്, അതായത്
റോയൽ ബ്ലൂ അല്ലെങ്കിൽ പേർപ്പിൾ, നേവി ബ്ലൂ, ഈ ഒരു കളേഴ്സൊക്കെ ഒരാളെ നമുക്ക് സ്ലിം ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വാം കളേഴ്സ് ഒബ്വിയസ്ലി നമ്മുടെ ഫാറ്റി ആയിട്ടായിരിക്കും അവിടെ തോന്നിക്കുക. അതായത് സ്ലിം ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ വാം കളേഴ്സ് വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫാറ്റി ഇല്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഓറഞ്ച്, യെല്ലോ, ഗോൾഡൻ ബ്രൗൺ, ഈ ഒരു കളേഴ്സൊക്കെ അവിടെ ഫാറ്റി ആയിട്ട് തോന്നിക്കാൻ ഒന്നുകൂടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ വാം സ്കിൻ ടോൺ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ ടെറാക്കോട്ട കളേഴ്സൊക്കെ നന്നായിട്ടുണ്ടാവും. സെക്കൻഡ് കളർ സ്കീമാണ് കോംപ്ലിമെൻ്ററി കളേഴ്സ്. കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കളർ വീലിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കളേഴ്സിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കളർ വീലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ എടുക്കാം. ഈ ഗ്രീൻ കളറിൻ്റെ കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെഡ് കളറാണ്. അപ്പോൾ റെഡ്, ഗ്രീൻ, അതാണ് അവിടെ കോംപ്ലിമെൻ്ററി കളേഴ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ ഇനി നമ്മൾക്ക് മറ്റൊരു കളർ എടുക്കാം, ബ്ലൂ എടുക്കാം. ബ്ലൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂവിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഓറഞ്ച് കളർ. അപ്പോൾ ഓറഞ്ച് കളറാണ് അവിടെ കോംപ്ലിമെൻ്ററി കളറായിട്ട് വരുന്നത്. ബ്ലൂ, ഓറഞ്ച് ആയിരിക്കും അവിടെ കോംപ്ലിമെൻ്ററി കളർ കോംബോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എടുത്ത് നോക്കാം. നമ്മളിനി യെല്ലോ ഗ്രീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കോംപ്ലിമെൻ്ററി കളറായിട്ട് കിട്ടുന്നത് റെഡ് പേർപ്പിൾ അല്ലെങ്കിൽ റെഡ് വയലറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു കളറാണ്. അപ്പോൾ യെല്ലോ ഗ്രീനിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത് റെഡ് വയലറ്റ് കളറാണ്. അപ്പോൾ കോംപ്ലിമെൻ്ററി കളർ എങ്ങനെയാണ് കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ കോംപ്ലിമെൻ്ററി കളേഴ്സ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോംപ്ലിമെൻ്ററി കളേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫേമസ് ആയിട്ടുള്ള ഫുട്ബോൾ ലോഗോസും അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലോഗോസൊക്കെ ഒരുവിധം കോംപ്ലിമെൻ്ററി കളേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ള ഫിഡക്സിൻ്റെ ലോഗോ എന്ന് പറയുന്നത് നമുക്ക് വയലറ്റും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറാണ്. സോ വയലറ്റ്, യെല്ലോ എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി കളറാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു കോംപ്ലിമെൻ്ററി കളേഴ്സ് തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു സൈറ്റിൻ്റെ പേജ് കാണിക്കുന്നുണ്ട്. ആ ഒരു പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് ബ്ലൂ കളറാണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു പേജ് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് ഫസ്റ്റ് പോകുന്നത് ആ ഒരു ഓറഞ്ച് ബട്ടണിലോട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഈ ഒരു കോംപ്ലിമെൻ്ററി കളർ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ബ്ലൂ കളറിൻ്റെ കോംപ്ലിമെൻ്ററി കളറാണല്ലോ ഓറഞ്ച് കളർ. അപ്പോൾ ആ ഒരു ബട്ടൺ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഈ ഒരു ബ്ലൂ കളറിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഓറഞ്ച് അവിടെ ആ ഒരു ബട്ടന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത് ഹൈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പെർട്ടിക്കുലർ ഏരിയനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോംപ്ലിമെൻ്ററി കളർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് എങ്ങനെയുള്ള പേഴ്സൺസിനാണ് സ്യൂട്ട് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു കോംപ്ലിമെൻ്ററി കളേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ നന്നായിട്ടുണ്ടാവും. തേർഡ് കളർ സ്കീം എന്ന് പറയുന്നത് സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി കളേഴ്സാണ്. അതായത് നമ്മൾ കോംപ്ലിമെൻ്ററി കളേഴ്സിനെ നമ്മൾ പറഞ്ഞു ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളറാണ് കോംപ്ലിമെൻ്ററി കളർ എന്നുള്ളത്. അപ്പോൾ ഇനി സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളറിൻ്റെ കോംപ്ലിമെൻ്ററി, ഇപ്പോൾ നമ്മളിവിടെ ബ്ലൂ ചൂസ് ചെയ്തു, ബ്ലൂവിൻ്റെ കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത് ഓറഞ്ച് കളറാണല്ലോ. അപ്പോൾ ഈ ഓറഞ്ച് കളർ നമ്മളവിടെ ആഡ് ചെയ്യില്ല. പകരം ഈ ഓറഞ്ച് കളറിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള രണ്ട് കളേഴ്സ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഇവിടെ റെഡ് ഓറഞ്ചും യെല്ലോ ഓറഞ്ചും, ഈ ഓറഞ്ച് കളർ നമ്മൾ അവിടെ ആഡ് ചെയ്യില്ല. പകരം ഓറഞ്ച് കളറിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളത്, ഇവിടെ ഇപ്പം നമുക്ക് ബ്ലൂ കളർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓറഞ്ച് കളർ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളറിൻ്റെ അപ്പുറം വരുന്നത് റെഡ് ഓറഞ്ചും ഓറഞ്ച് കളറിൻ്റെ ഇപ്പുറം വരുന്നത് യെല്ലോ ഓറഞ്ചുമാണ്. അപ്പോൾ നമ്മളിവിടെ ബ്ലൂവിൻ്റെ സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി കളർ കോംബോ എന്ന് പറയുന്നത് റെഡ് ഓറഞ്ചും യെല്ലോ ഓറഞ്ചുമാണ്. അതായത് ബ്ലൂ, റെഡ് ഓറഞ്ച്, യെല്ലോ ഓറഞ്ച്, ഇതാണ് സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി കളേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയുന്നത് ഹൈ കോൺട്രാസ്റ്റ്, നമ്മൾ കോംപ്ലിമെൻ്ററി കളർ പറഞ്ഞ പോലെ തന്നെ ഹൈ കോൺട്രാസ്റ്റിംഗ് ഉള്ള ഒരു കളർ കോംബോയാണ് സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ, ലോഗോ ആയാലും ഡ്രസ്സായാലും നമ്മുടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈറ്റിൻ്റെ പേജ് കഴിഞ്ഞാലും അത് നമ്മൾ രണ്ട് കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോംപ്ലിമെൻ്ററി കളേഴ്സ് യൂസ് ചെയ്യും. അല്ല നമ്മൾ 3 കളേഴ്സൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി കളേഴ്സും യൂസ് ചെയ്യും. ഫോർത്ത് വൺ എന്ന് പറയുന്നത് അനലോഗസ് കളർ സ്കീമാണ്.
ഈ ഒരു കളർ സ്കീമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു കളർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഇപ്പുറം വരുന്ന കളേഴ്സ് അതിനെയാണ് നമ്മൾ അനലോഗസ് കളർ സ്കീം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാനിവിടെ ബ്ലൂ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ബ്ലൂ എടുത്തു കഴിഞ്ഞാൽ ബ്ലൂവിൻ്റെ അപ്പുറം വരുന്നത് ബ്ലൂ വയലറ്റ്, ബ്ലൂവിൻ്റെ ഇപ്പുറം വരുന്നത് ബ്ലൂ ഗ്രീന്. അപ്പോൾ ഈ ഒരു 3 കളർ കോമ്പോനെയാണ് നമ്മൾ അനലോഗസ് കളർ എന്ന് പറയുന്നത്. അതായത് ബ്ലൂ എടുത്തു കഴിഞ്ഞാൽ ബ്ലൂ വയലറ്റും അതുപോലെ തന്നെ ബ്ലൂ ഗ്രീനും. ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരു കളറ്, ഞാനിപ്പോൾ ഇവിടെ റെഡ് ഓറഞ്ച് എടുക്കുകയാണ്. അപ്പോൾ റെഡ് ഓറഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെഡ് കളറും അതുപോലെ തന്നെ ഓറഞ്ച് കളറും, അതാണ് അവിടെ അനലോഗസ് കളർ കോംബോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് മനസ്സിലായി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ. ഞാൻ പറയുന്നത് എന്തെങ്കിലും ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു അനലോഗസ് കളർ സ്കീം നമുക്കൊരു റിലാക്സിങ് അല്ലെങ്കിൽ പീസിങ് ആയിട്ടുള്ള ഒരു വിഷ്വലാണ് തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു അനലോഗസ് കളേഴ്സ് വെച്ചിട്ടും നമ്മൾ ലോഗോസ് അല്ലെങ്കിൽ ഡ്രസ്സസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളൊരു ലക്ഷറി ആയിട്ടുള്ളൊരു ഫീല് കിട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അനലോഗസ് കളർ സ്കീമാണ്. മറ്റേ കളർ സ്കീംസ് നമ്മൾ അട്രാക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കളർ സ്കീം നമ്മൾ ഒരു ലക്ഷറി ഫീല് നമുക്ക് അവിടെ തോന്നിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രയാഡിക് കളർ സ്കീമാണ്. ട്രയാഡിക് കളർ സ്കീം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പേരിലുണ്ട് അല്ലേ. നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു കളർ സ്കീമാണ് ട്രയാഡിക് കളർ സ്കീം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കളർ വീലിനെ നമ്മുടെ കളർ വീലിനെ ഈക്വൽ ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ ആക്കിയിട്ട് ഒരു ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന 3 കളേഴ്സ് ഉണ്ടാവുമല്ലോ. ആ കളേഴ്സിനെയാണ് നമ്മൾ ട്രയാഡിക് കളർ കോംബോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ കളർ വീൽ വെച്ചിട്ട് പറഞ്ഞുതരാം. നമ്മൾ ബ്ലൂ കളർ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈക്വൽ ആയിട്ട് ഒരു സൈഡിക്ക് ബ്ലൂവിൻ്റെ ഒരു സൈഡിക്ക് നമുക്ക് 3 പോർഷൻസും അതുപോലെ ബ്ലൂവിൻ്റെ മറ്റു സൈഡിക്ക് 3 പോർഷൻസും കഴിഞ്ഞ് കഴിഞ്ഞ് നെക്സ്റ്റ് കളർ, അതായത് ബ്ലൂ, റെഡ്, യെല്ലോ, ഇതാണ് ഇവിടെ ട്രയാഡിക് കളർ കോംബോ എന്ന് പറയുന്നത്. ബ്ലൂവിൻ്റെ റെഡിൻ്റെ ഇടയിൽ 3 പോർഷൻസ് വരുന്നുണ്ട്. അതുപോലെ ബ്ലൂവിൻ്റെയും യെല്ലോൻ്റെ ഇടയിൽ 3 പോർഷൻസ് വരുന്നുണ്ട്. അതുപോലെ യെല്ലോൻ്റെയും റെഡിൻ്റെയും ഇടയിലും 3 പോർഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈക്വൽ ആയിട്ടാണ് നമ്മളവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈക്വൽ ആയിട്ട് ചെയ്ത് കിട്ടുന്ന ആ ഒരു കളർ കോംബോ ഉണ്ടല്ലോ, അതാണ് ട്രയാഡിക് കളർ കോംബോ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ബ്ലൂ, റെഡ്, യെല്ലോ അങ്ങനെ നമുക്ക് ട്രയാഡിക് കളർ കോംബോ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യെല്ലോ ഗ്രീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യെല്ലോ ഗ്രീൻ അതുപോലെ 3 കളറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ വയലറ്റ്. അപ്പോൾ യെല്ലോ ഗ്രീൻ, ബ്ലൂ വയലറ്റ്. ഇപ്പുറം നോക്കിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ റെഡ് ഓറഞ്ച്. അപ്പോൾ യെല്ലോ ഗ്രീനിൻ്റെ ട്രയാഡിക് കളർ കോംബോ എന്ന് പറയുന്നത് യെല്ലോ ഗ്രീൻ അതുപോലെ ബ്ലൂ വയലറ്റ് അതുപോലെ റെഡ് ഓറഞ്ച്. ഇതാണ് ട്രയാഡിക് കളർ കോംബോ എന്ന് പറയുന്നത്. അപ്പോൾ ഈക്വൽ സ്പേസിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു 3 ട്രയാങ്കിൾ ഷേപ്പിൽ വരക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു 3 കളേഴ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ട്രയാഡിക് കളർ കോംബോ എന്ന് പറയുന്നത്. ഈ ഒരു ട്രയാഡിക് കളേഴ്സ് സ്കീം നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കളർ സ്കീമാണ്. ഈ ഒരു കളർ കോംബോയിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കളറിനെ നമ്മൾ ഡൊമിനൻറ്റ് കളർ എന്നാണ് പറയുന്നത്. അതുപോലെ മറ്റുള്ള 2 കളേഴ്സിനെ നമ്മൾ ആസെൻറ്റ് കളേഴ്സ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കളർ കോംബോ ഏറ്റവും സ്യൂട്ടായിട്ടുണ്ടാവും നമ്മുടെ കിഡ്സ് വെയർ ഒക്കെ ചെയ്യുമ്പോൾ, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു കളർ കോംബോ കൂടുതലായിട്ടും സ്യൂട്ടായിട്ടുണ്ടാവുക. 6th വൺ എന്ന് പറയുന്നത് ടെട്രാഡിക് കളർ സ്കീമാണ്. ടെട്രാഡിക് കളർ സ്കീം എന്ന് പറയുമ്പം നമ്മൾ കോംപ്ലിമെൻ്ററി കളർ സ്കീം പഠിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ 2 കോംപ്ലിമെൻ്ററി കളർ കോംബോ വരുന്നതിനെയാണ് നമ്മൾ ടെട്രാഡിക് കളർ സ്കീം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ റെഡിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. അപ്പോൾ റെഡ്, ഗ്രീൻ. അതുപോലെ നമ്മളിനി ഒരു കളറും കൂടി ചൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ബ്ലൂ എടുത്തു കഴിഞ്ഞാൽ ബ്ലൂവിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത് ഓറഞ്ച് കളറാണ്. അപ്പോൾ ഈ ഒരു റെഡ്, ഗ്രീൻ, ബ്ലൂ, ഓറഞ്ച്, ഇതാണ് അവിടെ ടെട്രാഡിക് കളർ സ്കീം എന്ന് പറയുന്നത്, കളർ കോംബോ എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇനി നമ്മൾ പേർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് എന്നൊക്കെ പറയുന്ന നമ്മുടെ പേർപ്പിൾ കളർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറായിട്ട് കിട്ടുന്നത് യെല്ലോ കളറാണ്. അപ്പോൾ പേർപ്പിൾ, യെല്ലോ, അതുപോലെ ഒരു കളർ കൂടി നമുക്ക് ചൂസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇനി ഗ്രീൻ കളർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ റെഡ് കളറായിരിക്കും ഗ്രീൻ കളറിൻ്റെ കോംപ്ലിമെൻ്ററി കളറായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കോംപ്ലിമെൻ്ററി കളർ കോംബോ എന്ന് പറയുന്നത് വയലറ്റ്, യെല്ലോ, റെഡ്, ഗ്രീൻ, ഈ ഒരു 4 കളേഴ്സാണ് ടെട്രാഡിക് കളർ കോംബോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെട്രാഡിക് കളർ കോംബോ നമ്മൾ ലോഗോസിലായാലും ഡ്രസ്സിലായാലും നമ്മൾ ആഡ് ചെയ്യുമ്പം
ഈക്വൽ പ്രൊപ്പോർഷനിൽ ഒരിക്കലും ആഡ് ചെയ്യാതിരിക്കുക. കാരണം അവിടെ നമുക്ക് ആ ഒരു ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കളർ ഡൊമിനൻറ്റ് കളറായിട്ട് ചൂസ് ചെയ്യുക, ബാക്കി 3 കളേഴ്സും ആസെൻറ്റ് കളേഴ്സായിട്ടും ചൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡൊമിനൻറ്റ് കളേഴ്സ് കൂടുതൽ വരികയും ആസെൻറ്റ് കളേഴ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ഏരിയ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടും യൂസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു വിഷ്വലി നല്ലൊരു എഫക്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ടെട്രാഡിക് കളർ കോംബോ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് അക്രോമാറ്റിക് കളർ സ്കീമാണ്. അക്രോമാറ്റിക് കളർ സ്കീം എന്ന് പറയുമ്പം നമ്മുടെ ഈ ഒരു അക്രോമാറ്റിക് കളർ സ്കീം എന്നുള്ള ഒരു പേര് തന്നെയുണ്ട് നമ്മുടെ ആ ഒരു എന്താണ് ആ ഒരു കളർ സ്കീം എന്നുള്ളത്. അതായത് നമ്മൾ അക്രോമാറ്റിക് കളർ സ്കീം എന്നുള്ളതിൻ്റെ എ കാണിക്കുന്നത് ആബ്സെൻറ്റിനെയാണ്. ക്രോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂ. അപ്പം ആബ്സെൻറ്റ് എന്ന് പറഞ്ഞാൽ നോ കളർ അല്ലേ. അപ്പോൾ നോ ഹ്യൂ കളർ എന്നുള്ളതാണ് അക്രോമാറ്റിക് കളർ സ്കീം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ നമ്മൾ അക്രോമാറ്റിക് കളർ സ്കീമിൽ നമ്മളൊരു ഹ്യൂ കളർ പോലും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു അക്രോമാറ്റിക് കളർ സ്കീം കംപ്ലീറ്റ് ആയിട്ടും ചെയ്യുന്നത് ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ ഈ 3 കളേഴ്സ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഹ്യൂ കളർ പോലും ഈ ഒരു അക്രോമാറ്റിക് കളർ സ്കീമിൽ യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഹ്യൂ കളേഴ്സ് എന്ന് പറഞ്ഞാൽ പ്യൂറസ്റ്റ് ഫോം ഓഫ് കളേഴ്സ് ആണല്ലോ. അത് നമ്മുടെ കളർ വീലിൽ വരുന്ന കളേഴ്സിനെയാണ് നമ്മൾ ഹ്യൂ കളേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹ്യൂ കളേഴ്സ് അല്ലാത്ത നമ്മുടെ വൈറ്റ്, ഗ്രേ, ബ്ലാക്ക് ഈ 3 കളേഴ്സ് വെച്ചുകൊണ്ടാണ് അക്രോമാറ്റിക് കളർ സ്കീം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരു അക്രോമാറ്റിക് കളർ സ്കീമിൻ്റെ പാറ്റേൺ ഞാനിവിടെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവുമല്ലോ. ഈ ഒരു അക്രോമാറ്റിക് കളർ സ്കീം നമുക്ക് എലഗൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലക്ഷറി ആയിട്ടുള്ള ലുക്കായിരിക്കും നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഫൈനൽ കളർ സ്കീം എന്ന് പറയുന്നത് മോണോക്രോമാറ്റിക് കളർ സ്കീമാണ്. അതായത് നമ്മൾ മോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയായിരിക്കും നമുക്ക് 1 എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ക്രോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹ്യൂ അല്ലെങ്കിൽ പ്യൂറസ്റ്റ് ഫോം ഓഫ് കളർ അല്ലേ. അപ്പോൾ 1 ഹ്യൂ വെച്ചുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന കളേഴ്സിനെയാണ് നമ്മൾ മോണോക്രോമാറ്റിക് കളർ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ റെഡ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെഡിൻ്റെ പല ഷെയ്ഡ്സ് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു വൈറ്റും ഗ്രേയും ബ്ലാക്കും വെച്ചും കൊണ്ട് നമുക്ക് റെഡിൻ്റെ പല ഷെയ്ഡ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെഡിൻ്റെ കൂടെ നമുക്ക് ലൈറ്റർ ഫോം ആയിട്ടുള്ള വൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിൻ്റെ ലൈറ്റർ ഷെയ്ഡ് നമുക്ക് അവിടെ കിട്ടും. നേരെ മറിച്ച് നമ്മൾ ബ്ലാക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡിൻ്റെ ഡാർക്ക് ഫോം ആയിരിക്കും അവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു പാറ്റേൺ ഇവിടെ കാണിക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു പാറ്റേണിൽ സെൻറ്ററിലാണ് ഞാൻ റെഡ് കൊടുത്തിട്ടുള്ളത്. റെഡിൻ്റെ മുകൾക്ക് പോകുമ്പം നമുക്ക് ഞാൻ വൈറ്റ് ആഡ് ചെയ്തിട്ട് ഈ ഒരു ഹ്യൂ കളറായിട്ടുള്ള റെഡിൻ്റെ കൂടെ വൈറ്റ് ആഡ് ചെയ്തിട്ട് അതിനെ ലൈറ്റ് ആക്കിയിട്ടാണ് ഞാൻ മുകളിലൊക്കെ ചെയ്തിട്ടുള്ളത്. താഴേക്ക് വരുമ്പോൾ നമ്മൾ ബ്ലാക്ക് ആഡ് ചെയ്തിട്ട് റെഡിൻ്റെ കൂടെ ബ്ലാക്ക് ആഡ് ചെയ്തിട്ട് അതിനെ ഡാർക്കർ ആക്കിയിട്ടാണ് താഴേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളർ സ്കീമിനെയാണ് നമ്മൾ മോണോക്രോമാറ്റിക് കളർ സ്കീം എന്ന് പറയുന്നത്. ഈ ഒരു മോണോക്രോമാറ്റിക് കളർ സ്കീമും നമുക്ക് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷറി ലുക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കളർ സ്കീംസിനെ കുറിച്ചിട്ട് ഞാനിവിടെ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോ കളേഴ്സിനും മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് എങ്ങനെ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് കളേഴ്സ് എങ്ങനെ ചൂസ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു കളർ വീൽ ചെയ്യുന്നത് എങ്ങനെയാണ് കളർ തിയറിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. സോ നിങ്ങൾ ഫസ്റ്റ് ആ ഒരു വീഡിയോ പോയി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ എൻഡിൽ ഞാനൊരു വീഡിയോ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു വീഡിയോക്ക് കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സജഷൻസും അതുപോലെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട്സും കമൻറ്റിലൂടെ ചോദിക്കാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.